4 കടന്നു വരുന്നത് 5-ാം നമ്പർ വള്ളം ജവഹർ തായങ്കരിയാണ്. ജവഹർ തായങ്കരി ബോട്ട് ക്ലബ്ബ് അശ്വന്ത് ബി പെരുമ്പടക്കളം ക്യാപ്റ്റനായിട്ട് ബെന്നി ബി കാരിച്ചാൽ ലീഡിംഗ് ക്യാപ്റ്റനുമായി കടന്നു വരുന്നു. 51.25 കോൽ നീളം, 51 അങ്കുലം വണ്ണം, 81 തുഴച്ചിക്കാര്, 9 നിലക്കാര്, 5 അമരക്കാരുമായി കടന്നു വരുന്നു. 1-ൽ ശ്രീവിനായകൻ, 2-ൽ ചമ്പക്കുളം, 3-ൽ സെന്റ് ജോർജ്, 4-ൽ ജവഹർ തായങ്കരി. 1-ലെ ശ്രീവിനായകൻ 1-ലൂടെ കടന്നു വരുമ്പോൾ 2-ലെ ചമ്പക്കുളം. അതെ 89, 90, 91, 94, 95, 96, 92, 2009, 2014 9 തവണ 2 ഹാട്രിക്കുകൾ ഉള്ള വിജയം. അതേ ചുണ്ടൻ വള്ളത്തിന്റെ 50-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതേ നാഷണൽ അവാർഡ് ലഭിച്ച അതേ സിനിമാ നിർമ്മാതാവായ അതേ സന്തോഷ് ടി കുരുവിള ക്യാപ്റ്റൻസിയിൽ കഴിഞ്ഞ വർഷം സന്തോഷ് ടി കുരുവിള 6 മൈക്രോ സെക്കൻഡിനാണ് തങ്ങളുടെ ട്രോഫി ആ വെള്ളിക്കപ്പ് നഷ്ടമായെങ്കിൽ ഇക്കുറി അത് തിരിച്ചു പിടിക്കുവാൻ എത്തുകയാണ്. എങ്കിൽ സെന്റ് ജോർജ് വരുന്നു. 64-ൽ യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗരി വിജയത്തിന്റെ വിജയഗാഥ രചിച്ചവര്. എങ്കിൽ ജവഹർ തായങ്കരി 77-ലും 78-ലും 85-ലും 2010-ലും 2015-ലും നെഹ്റു ട്രോഫി ജേതാക്കള് കടന്നു വരുന്നു. ശേഷം വിവരണത്തിന് ഞാൻ മൈക്ക് ഡി സജി ഹരിപ്പാടിലേക്ക്. ശ്രീ ചമ്പക്കുളം ജോളി എതിരെ ചുണ്ടൻ വടങ്ങളുടെ 2-ാം ഹീറ്റ്സ് മത്സരം. 1-ാം ട്രാക്കിൽ ശ്രീ വിനായകൻ SH ബോട്ട് ക്ലബ്ബ് കൈനഗരി തുഴയുന്ന കാവാലം സജി വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള ഫാദർ ബിനീഷ് ചാക്കോ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ശ്രീ വിനായകൻ 1-ാം ട്രാക്കിൽ കടന്നു വരുന്നു. 2-ാം ട്രാക്കിൽ ചമ്പക്കുളം PBC പുന്നമട അത്ലറ്റിക്കോ ഡി ആലപ്പി തുഴയുന്ന സന്തോഷ് ടി കുരുവിള ക്യാപ്റ്റനായിട്ടുള്ള ഹരിലാൽ KV ലാലൻ കുമരകം ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ചമ്പക്കുളം 2-ാം ട്രാക്കിൽ കടന്നു വരുമ്പോൾ 3-ാം ട്രാക്കിൽ സെന്റ് ജോസഫ് ബോട്ട് കായൽപ്പുറം തുഴയുന്ന ഫാദർ അഗസ്റ്റിൻ പൊങ്ങനാം തടത്തിൽ ക്യാപ്റ്റനായിട്ടുള്ള ടോണി മോഡൂർ സിരിയക്ക് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള സെന്റ് ജോർജും കടന്നു വരുന്നു. 4-ാം ട്രാക്കിൽ ജവഹർ ബോട്ട് ക്ലബ്ബ് തായങ്കരി തുഴയുന്ന അശ്വന്ത് വി പെരുമ്പിടാക്കളം ക്യാപ്റ്റനായിട്ടുള്ള ബെന്നി ബി കാരിച്ചാൽ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ജവഹർ തായങ്കരിയും തമ്മിലുള്ള പൊരിഞ്ഞ മത്സരം. ഓളങ്ങൾ ഓടി വരും നേരം, വാരി പുണരുന്നു തീരം, മോഹങ്ങൾ തേടി വരും നേരം, ദാഹിച്ചു നിൽക്കുന്നു മാനസം. അതെ, ജലോത്സവ പ്രേമികളുടെ മാനസം ഇങ്ങനെ മത്സരം കാണാൻ ദാഹിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ തലയെടുപ്പും തുഴച്ചിൽക്കാരുടെ നെയ്വരവും വഞ്ചിപ്പാട്ടിന്റെ മാധുര്യവും ഓരോ മനസ്സിനെയും കീഴടക്കുകയാണ്. വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ കേൾക്കുമ്പോൾ, ആർപ്പുവിളികളുടെ ആരവങ്ങൾ മുഴങ്ങുമ്പോൾ, ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഇടിത്തടിയിൽ നിന്നുള്ള നാദം 4 ദിക്കിലും പ്രതിധ്വനിക്കുമ്പോൾ ജലോത്സവ പ്രേമികള് ആർപ്പ് വിളിക്കുകയാണ്, ആരവങ്ങൾ മുഴക്കുകയാണ്. 1-ാം ട്രാക്കിലെ ശ്രീവിനായകൻ, 2-ാം ട്രാക്കിലെ ചമ്പക്കുളം. അതേ 2-ാം ട്രാക്കിലെ ചമ്പക്കുളം ഇതാ പാഞ്ഞടുക്കുകയാണ്. 1989-ലും 90-ലും 91-ലും 94-ലും 95-ലും 96-ലും 98-ലും 2009-ലും 2014-ലും ഈ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ചമ്പക്കുളങ്കരക്കാരുടെ പ്രിയ ചുണ്ടൻ PBC പുന്നമട ബോട്ട് ക്ലബ്ബ് അത്ലറ്റിക്കോ ഡി ആലപ്പിയുടെ കരുത്തിൽ ഇതാ ഏതാണ്ട് വള്ളപ്പാടിന് മുന്നിലായിട്ട് ചമ്പക്കുളം പാഞ്ഞെടുക്കുന്നു. ചമ്പക്കുളമേ, നീ നിന്റെ എതിരാളികളെയെല്ലാം ബഹുദൂരം പിന്നിലാക്കി നീ കുടച്ചക്രം പോലെ ആ പങ്കായങ്ങൾ കറക്കി കുത്തി എറിഞ്ഞ് മുന്നോട്ട് പാഞ്ഞു വരുമ്പോ ജലോത്സവ പ്രേമികൾ നിങ്ങളെ കൈകൾ വീശി ആനയിക്കുന്നത് കണ്ടില്ലേ, തോർത്തുകൾ വീശി എതിരേൽക്കുന്നത് കണ്ടില്ലേ. സെന്റ് ജോർജ് ഉണ്ട് കൂടെ, ജവഹർ ഉണ്ട് കൂടെ. ഓവർ ടു ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട്. ചുണ്ടൻ വള്ളങ്ങളുടെ 2-ാം പാദ മത്സരം ശ്രീ വിനായകനും ചമ്പക്കുളവും സെന്റ് ജോർജും SH ബോട്ട് ക്ലബ്ബ് PBC പുന്നമടയും അത്ലറ്റിക്കോ ഡി ആലപ്പുഴ സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറം ജവഹർ ബോട്ട് ക്ലബ്ബ് തായങ്കരി. ഇതാ ശ്രീ വിനായകനും ചമ്പക്കുളവും സെന്റ് ജോർജ് ജവഹർ തായങ്കരിയും തമ്മിലുള്ള പൊരിപ്പൻ പോരാട്ടം. ഇതാ 2-ലൂടെ ചമ്പക്കുളം ഉന്നം പിടിപ്പിച്ച ഇങ്ങനെ പറന്നു വരികയാണ്. അതേ 89, 90, 91, 9 തവണ നെഹ്റു ട്രോഫിയുടെ 2 ഹാട്രിക്കുകൾ ഉൾപ്പെടെയുള്ള വിജയം നേടിയ ചമ്പക്കുളം ചുണ്ടന് ഇതാ വള്ളപ്പാടുകളുടെ വ്യത്യാസത്തിൽ ഇടിച്ചു കുത്തി വരികയാണ്. അയ്യടാ പോയടാ വിളിയുടെ താളത്തില് പുന്നമട ബോട്ട് ക്ലബ്ബ് അത്ലറ്റിക്കോ ഡി ആലപ്പുഴ ഇടിച്ചു കുത്തി വരുന്നു. അതിഗംഭീരമായ മത്സരം, ഉജ്ജ്വലമായ ഫിനിഷിംഗിലേക്ക് കടന്നെടുക്കുന്ന സുന്ദരമായ
നിമിഷം. അങ്ങനെ വള്ളപ്പാടുകളുടെ വ്യത്യാസത്തിൽ ശ്രീവിനായകനെയും സെന്റ് ജോർജിനെയും ജവഹർ തായങ്കരിയെയും പുറകോട്ട് പിടിച്ചുകൊണ്ട് ചമ്പക്കുളം മുന്നേ കടന്നു പോകുമ്പോൾ PBC പുന്നമട, അത്ലറ്റിക്കോടി ആലപ്പി, സന്തോഷ് ടി കുരുവിള, അതേ ക്യാപ്റ്റൻസിയിൽ ലാലൻ കുമരകത്തിന്റെ നേതൃത്വത്തിൽ കടന്നുപോയെങ്കിൽ തൊട്ടു പിന്നാലെ ഇതാ 4 ജവഹർ തായങ്കരി, ജവഹർ ബോട്ട് ക്ലബ് തായങ്കരി, അശ്വന്ത് പെരുമ്പിടാക്കളം, ബെന്നി ഇല്ല സെന്റ് ജോർജ്, അതേ ജവഹർ തായങ്കരി സെന്റ് ജോർജ് തമ്മിലുള്ള പോരാട്ടം. അതെ ജവഹർ തായങ്കരി തന്നെ കുഴപ്പാടുകളുടെ വ്യത്യാസത്തിൽ ഫിനിഷിംഗിലൂടെ കടന്നു പോകുന്നു. തൊട്ടു പിന്നാലെ സെന്റ് ജോർജ് കടന്നു പോകുന്നു. തൊട്ടു പിന്നാലെ ശ്രീവിനായകനും വരുന്നു. SH ബോട്ട് ക്ലബും സെന്റ് ജോസഫ് ബോട്ട് ക്ലബും ജവഹർ ബോട്ട് ക്ലബും കടന്നു പോകുന്നു. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ 2ാം പാദ മത്സരം അങ്ങ് അവസാനിക്കുകയാണ്. ഇനിയും ചുണ്ടൻ വള്ളങ്ങളുടെ 3ാം പാദ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ പോകുന്നു. 1ാം ട്രാക്കിൽ 4ാം നമ്പർ വള്ളം ചെറുതന പുത്തൻചുണ്ടൻ ന്യൂ ചെറുതന ബോട്ട് ക്ലബ്, ആയാവറമ്പ് മധുക്കുട്ടപ്പൻ ക്യാപ്റ്റൻ, ജയഷാജി ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിലൂടെ 9ാം നമ്പർ വള്ളം തലവടി ചുണ്ടൻ UBC കൈനഗരി, പത്മകുമാർ പുത്തൻപറമ്പിൽ ക്യാപ്റ്റൻ, രാഹുൽ പ്രകാശ് ലീഡിംഗ് ക്യാപ്റ്റനുമായി കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിൽ 17ാം നമ്പർ വള്ളം സെന്റ് പയസ്റ്റൻ ബോട്ട് ക്ലബ് മങ്കമ്പ്, റെന്നി പീലിപ്പോസ് പുത്തൻപറമ്പിൽ ക്യാപ്റ്റനായിട്ട് ഗോകുൽദാസ് സേജി ലീഡിംഗ് ക്യാപ്റ്റനുമായി കടന്നു വരുമ്പോൾ 4ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് 1ാം നമ്പർ വള്ളം പായിപ്പാട് ടൗൺ ബോട്ട് ക്ലബ് ആലപ്പുഴ, അതേ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ് ജോസാറാത്തുംപള്ളി ക്യാപ്റ്റൻ, കോച്ച് നയിക്കുന്ന പായിപ്പാട് 4ലൂടെ കടന്നു വരുന്നു. അങ്ങനെ ചെറുതനയും തലവടിയും സെന്റ് പയസും പായിപ്പാടും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർന്നുള്ള വിവരണത്തിന് ഞാൻ മൈക്ക് ഡി സജി ഹരിപ്പാടിലേക്ക് കൈമാറുകയാണ്. നന്ദി ചമ്പക്കുളം ജോഡിയെതിരെ ചുണ്ടൻ വള്ളങ്ങളുടെ 3ാം ഹീറ്റ്സ് മത്സരം ഇതാ നമ്മുടെ കായലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും സമാരംഭിച്ച് ഉദിച്ചു പാഞ്ഞ 4 ചുണ്ടൻ വള്ളങ്ങൾ തലയെടുപ്പോടെ കടന്നു വരുന്ന കാഴ്ച. 1ാം ട്രാക്കിൽ 4ാം നമ്പർ വള്ളം ചെറുതന പുത്തൻചുണ്ടൻ ന്യൂ ചെറുതന ബോട്ട് ക്ലബ്, ആയാവറമ്പ് തുഴയുന്ന മധു കുട്ടപ്പൻ ക്യാപ്റ്റനായിട്ടുള്ള ജയഷാജി ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ചെറുതന ചുണ്ടൻ 1ാം ട്രാക്കിൽ കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിൽ 9ാം നമ്പർ വള്ളം തലവടി ചുണ്ടനാണ്. UBC കൈനഗരിയാണ് തുഴയുന്നത്. പത്മകുമാർ പുത്തൻപറമ്പിൽ ക്യാപ്റ്റനായിട്ടുള്ള രാഹുൽ പ്രകാശ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള UBC കൈനഗരിയുടെ തലവടി ചുണ്ടൻ. 12 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട UBC കൈനഗരി പുതിയ 2023 വീട്ടിലിറക്കിയ തലവടി ചുണ്ടനിൽ ഇതാ കടന്നു വരുന്നു. 3ാം ട്രാക്കിൽ സെന്റ് പയസ്റ്റൻഡ് ബോട്ട് ക്ലബ് മങ്കൊമ്പാണ് തുടങ്ങുന്നത്. മങ്കൊമ്പ് സെന്റ് പയസ്റ്റൻഡ് ബോട്ട് ക്ലബ് സ്വന്തമായി നിർമ്മിച്ച വള്ളമാണ് സെന്റ് പയസ്റ്റൻഡ്. റെന്നി ഫിലിപ്പോസ് പുത്തൻപറമ്പിലാണ് അതിന്റെ ക്യാപ്റ്റൻ എങ്കിൽ ഗോകുൽദാസ് സേജിയാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റന്. തുടർച്ചയായി വെപ്പ് B ഗ്രേഡ് വള്ളങ്ങളിൽ 4 വർഷം നെഹ്റു ട്രോഫിയിൽ വിജയിച്ച ചരിത്രമുള്ള ക്ലബ്ബാണ് മങ്കൊമ്പ് സെന്റ് പയസ് ബോട്ട് ക്ലബ്. 4ാം ട്രാക്കിൽ പായിപ്പാടനാണ്. പായിപ്പാടന്റെ ഏറ്റവും പുതിയ വള്ളം, 3 അഡിഷനുകളിലെ ഏറ്റവും പുതിയ വള്ളം, 2024 ഏപ്രിൽ 5-ന് മീറ്റിലിറക്കിയ വള്ളം. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ കരുത്തിൽ ഇതാ പായിപ്പാടൻ കടന്നു വരുന്നു. ജോസ് ആറാത്തുംപള്ളിയാണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ ബോച്ചയാണ് നയിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയെ നയിക്കുന്ന പായിപ്പാടനും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം. കോടി പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തി 4 പടക്കുതിരകൾ കടന്നു വരുന്നു. 4 പേരും പെരുമയുമുള്ള കളിവള്ളങ്ങൾ കടന്നു വരുന്നു. 1ാം ട്രാക്കിലെ ചെറുതന, 2ാം ട്രാക്കിലെ UBCയുടെ തലവടി തന്നെയാണ് മുന്നിൽ. അതേ തലവടി ചുണ്ടൻ UBC കൈനഗരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കുട്ടനാട്ടിലെ ജലോത്സവ പ്രേമികൾക്ക് ചങ്കിടിപ്പാണ്. അവര് ഹൃദയ താളമാണ് അവര്. UBC കൈനഗരി ആ തലവടി ചുണ്ടൻ 2ാം ട്രാക്കിലൂടെ UBCയുടെ കരുത്തിൽ പാഞ്ഞു വരുന്ന കാഴ്ച കണ്ടില്ലേ. 3ാം ട്രാക്കിൽ സെന്റ് പയസ്റ്റൻഡ് ഉണ്ട്. 4ാം ട്രാക്കിലെ പായിപ്പാടൻ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ കരുത്തിൽ UBCയെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ആകാശത്തെയും ഭൂമിയെയും പാതാളത്തെയും വിറപ്പിച്ചുകൊണ്ട് UBC കടന്നു വരുന്നു. കണ്ടില്ലേ, UBCയുടെ കരുത്തിൽ തലവടി ചുണ്ടൻ